ഇന്ന് ഏറ്റവും സങ്കടകരമായൊരു ദിവസം തന്നെയായിരുന്നു. ഇന്നലെ 19 മലയാളികളുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. എന്നാൽ ഇന്ന് 4 മലയാളികളുടെ മൃതദേഹം കൂടി സംസ്കരിച്ചു. കുവൈറ്റ് തീപിടുത്തം ഒരു തീരാത്ത വേദനയായി ഈ 4 കുടുംബങ്ങളിലും കത്തിനിന്ന ഒരു വാർത്താപ്പകലാണ് കടന്നു പോകുന്നത്. നൂറുകണക്കിന് ആളുകൾ ഈ വീടുകളിലൊക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെയാണ് നടക്കുക. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. 14 മലയാളികൾ അപകടനില തരണം ചെയ്തു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. എങ്ങും ഹൃദയഭേദകമായിരുന്നു കാഴ്ചകൾ. ഇടപ്പോൺ ജോസ്കോ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ മൃതദേഹം രാവിലെ 11 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കൃഷിമന്ത്രി പി പ്രസാദ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ മുടിയൂർ കോണത്തെ വീട്ടുവളപ്പിലായിരുന്നു ആകാശ് ശശിധരന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കണ്ണൂർ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം പയ്യാമ്പലം ബീച്ചിൽ സംസ്കരിച്ചു. മക്കളായ അശ്വിനും ആദിശയും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. നരിക്കൽ മാർത്തോമ ചർച്ചിലായിരുന്നു കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം. കൊല്ലം വെള്ളച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം പെന്തക്കോസ്ത് സഭയുടെ ഫെയ്ത്ത് ഹോം സെമിത്തേരിയിൽ നടന്നു. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. ആരെന്ത് നൽകിയാലും ഈ കുടുംബങ്ങളുടെ കണ്ണീർ ഒരിക്കലും തോരില്ല. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും 23 കുടുംബങ്ങൾക്കും കരകയറാനാകട്ടെ. മറ്റു ബ്യൂറോകൾക്കൊപ്പം എ വി ജയശങ്കർ, കൊട്ടാരക്കര.